കാരുണ്യത്തിലേക്ക് സ്വാഗതം. സ്നേഹേന മാത എന്നൊരു ചൊല്ലുണ്ട്. ആർഷഭാരത തത്വസംഹിതയിലുണ്ട്. അമ്മയെപ്പോലെ സ്നേഹിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. സ്നേഹത്തിന് മറുനാമധേയം തന്നെയാണ് അമ്മ. നാം ഏത് പരിതസ്ഥിതിയിലായാലും, എത്ര കഷ്ടാവസ്ഥയിലായാലും, ഈ ലോകം തന്നെ നമ്മെ തള്ളിപ്പറഞ്ഞാലും പെറ്റമ്മ മാത്രം എപ്പോഴും നമുക്കായി നമ്മുടെ ക്ഷേമത്തെ മുൻനിർത്തി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് തിരുവനന്തപുരത്തിന് സമീപത്തുള്ള ചെറിയ കൊന്നിയിൽ താമസിക്കുന്ന 72 വയസ്സുള്ള റോസ്ലി എന്ന വൃദ്ധമാതാവ്. ഇടിഞ്ഞുപൊളിഞ്ഞ് ആകെ വികൃതമായ ഈ വീട്ടിലാണ് വൃദ്ധയും നിത്യരോഗിയുമായ റോസ്ലിയും 2 ആൺമക്കളും കഴിഞ്ഞുകൂടുന്നത്. ഈ പാവപ്പെട്ട വൃദ്ധമാതാവിന് മൊത്തം 4 മക്കളാണ്. 3 ആൺമക്കളും 1 പെൺകുട്ടിയും. ഇവരുടെ ഭർത്താവിന് കൂലിപ്പണിയായിരുന്നു. 15 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അന്തരിച്ചു. അതുവരെ ഈ കുടുംബം ഒരു കുറവും അറിയാതെയാണ് കഴിഞ്ഞു പോന്നത്. ഇവരുടെ മൂത്ത മകനും 3ാമത്തെ മകളും വിവാഹിതരാണ്. എന്നാൽ 47കാരനായ 2ാമത്തെ മകൻ സെൽവൻ ജന്മനാ മന്ദബുദ്ധിയും പരസഹായമില്ലാതെ ഒന്നിനും ആവാത്ത നിലയിലുമായതിനാൽ അവിവാഹിതനായി തന്നെ കഴിഞ്ഞു പോരുന്നു. ഇളയ മകൻ രാജനും മാനസിക രോഗിയാണ്. വിവാഹം കഴിച്ചെങ്കിലും ചിത്രഭ്രമക്കാരനായ ഇദ്ദേഹത്തെ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചു പോകുകയാണുണ്ടായത്. മാനുഷിക ബന്ധങ്ങൾക്കുള്ള വില എത്ര ക്ഷണികവും തുച്ഛവുമാണെന്നുള്ള ഇദ്ദേഹത്തിന്റെ ദുരന്താനുഭവം നമുക്ക് ഒരു മുന്നറിയിപ്പായി തന്നെ മാറുന്നു. എനിക്ക് 4 മക്കളുണ്ട്. അതിൽ 2 പേരും കുടുംബമായിട്ട് വേറെ മാറി താമസിക്കുന്നു. അവർക്ക് എന്നെ കൂടെ സഹായിക്കാനൊന്നും കഴിയില്ല. പക്ഷെ എനിക്ക് 2 മക്കൾ അംഗവൈകല്യമുള്ളവരായിട്ടും ബുദ്ധി ഇല്ലാത്തവരായിട്ടുള്ള അവസ്ഥയിൽ ഈ 2 മക്കളെയും ഞാൻ പോറ്റി പുലർത്തി. ഇതുവരെയും ഞാൻ അധ്വാനിച്ച് വീട്ടുവേല ഇതൊക്കെ ഞാൻ അവരെ സംരക്ഷിച്ച്. ഇപ്പോഴെനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ 2 മക്കളും ഞാനുമായിട്ട് എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ വളരെ ബന്ധപ്പാട് സഹിച്ച് ഞാൻ ജീവിക്കുകയാണ്. റോസ്ലിയെയും കുടുംബത്തെയും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാം. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ രാജൻകുട്ടിയും സെൽവരാജും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മന്ദബുദ്ധിയും അതുപോലെ തന്നെ വികലാംഗരുമായി കഴിയുകയാണ്. അവർക്ക് സർക്കാരിൻ്റെ ന്യൂനപക്ഷമായ പെൻഷൻ മാത്രമാണുള്ളത്. പിന്നെ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം 10-15 വർഷമായി ഈ കുട്ടികളുടെ പിതാവ് മരണപ്പെട്ടു പോയി. പിന്നെ നിത്യവൃത്തിക്ക് ഈ റോസ്ലി എന്ന് പറയുന്ന മാതാവ് തിരുവനന്തപുരത്തെ പല വീടുകളിലും നടന്ന് അവരിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ കൊണ്ടാണ് ഈ കുടുംബത്തെ സഹായിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഇതിന് മുമ്പ് തന്നെ 2 പെൺകുട്ടികളുണ്ട്. അവരെ വിവാഹം കഴിച്ച് അയച്ചു. അവർക്കും വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ്. അപ്പോൾ ഈ കുട്ടികളെ സഹായിക്കാൻ ഈ മാതാവിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു വരികയാണ്. എനിക്ക് ഈ കുടുംബമായിട്ട് എനിക്ക് വളരെ കാലം തൊട്ട് എനിക്കറിയാം. എൻ്റെ കുഞ്ഞുനാളോട്ട് എനിക്കറിയാവുന്നവരാണ് ഇവരെ. അവരുടെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടും ആ അമ്മയ്ക്ക് 2 പേരെ വളർത്തി കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും നമുക്കറിയാം. കൂടാതെ അവർക്ക് പൊതുവേ തന്നെ
യാതൊരു കാര്യഗ്രാഹ്യമായിട്ടുള്ള ഒന്നും അവർക്ക് സ്വയം തോന്നിയിട്ടില്ല. അത് പറഞ്ഞു കൊടുക്കാനായിട്ട് തന്നെ ഈ നാട്ടിലുള്ളവരാരും മുതിർന്നിട്ടുമില്ല എന്നുള്ളതാണ് വാസ്തവം. അവർ സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കമായിട്ട് നിൽക്കുകയാണ്. ഈ അമ്മയുടെ ആ ഒരു കാലശേഷം അവർക്ക് മറ്റുള്ളവർ ആ രണ്ടുപേർക്ക് എന്താണ് അവസ്ഥ എന്ന് പോലും എടുത്ത് പറയാൻ കഴിയില്ല. ഈ വൃദ്ധമാതാവിന്റെ മൂത്ത മകൻ എല്ലാ സൗഭാഗ്യങ്ങളുടെയും ഇവരുടെ താമസ സ്ഥലത്തിനടുത്ത് തന്നെ താമസിക്കുന്നുണ്ടെങ്കിലും തീർത്തും ദരിദ്രാവസ്ഥയിലുള്ള ഈ അമ്മയെയോ സ്വന്തം സഹോദരങ്ങളെയോ ആ വ്യക്തി ഒന്ന് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. ബന്ധങ്ങളുടെ നിരർത്ഥകത ഇവിടെയും നമുക്ക് ദൃഷ്ടാന്തമാകുന്നു. ദൂരോട്ട് അയക്കാൻ ബുദ്ധിമുട്ട്. മറ്റേ മൂത്ത മകന് സെൽവനെ ഒരിടത്ത് പോലെ കൊണ്ടാക്കാന്ന് പറഞ്ഞു. പക്ഷെ ആക്കാന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ അതിന് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു, വാർഡ് മെമ്പറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വരിക്കുമ്പോഴാണ് ഈ പ്രോഗ്രാമത്തിൻ്റെ ഇതിൻ്റെ ഒരു നടത്തിപ്പ് വന്നത്. അപ്പോൾ തൽക്കാലം എന്തെങ്കിലും നന്മ ലഭിച്ചാൽ 30 ദിവസം കൂടെ ഞാൻ ഇത്രയും ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാലത്തോടെ എൻ്റെ കൂടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. കാരണം കൊണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കും അത് താങ്ങാൻ കഴിയില്ല. അവൻ്റെ ഓരോ പ്രാവശ്യവും ആ വിവരം പറയുമ്പോൾ തന്നെ അവൻ പോകില്ല എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഇന്നലെ പേപ്പറും കൊണ്ട് അവിടെ വന്നപ്പോൾ അവൻ നിലവിളിയായിരുന്നു, ഞാൻ പോകില്ല, എൻ്റെ വീടാണെന്നും പറഞ്ഞുകൊണ്ട് അവൻ നിൽക്കാൻ. അതുകൊണ്ട് അല്പം കൂടെ എന്തെങ്കിലും ഒരു നന്മ ദൈവം തന്നാൽ അവരെ സംരക്ഷിച്ച് അല്പനാളുകൂടെ ഇങ്ങനെ കഴിയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ദൂരെയൊക്കെ കൊണ്ടുവിട്ടാൽ നമുക്ക് കാണാൻ പറ്റൂല. പള്ളിക്കാരെ സഹായിച്ചു. അങ്ങനെയാണ് ആ രണ്ട് മക്കളെ അയച്ചത്. പിന്നെ അടുത്ത് രണ്ടുപേരും മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അതായത് മെൻ്റൽ പ്രോബ്ലം എന്ന് പറയാം. പക്ഷെ ആക്രമണകാരിയല്ല രണ്ടുപേരും. ഈ മൂന്നാമത്തെ മകൻ്റെ കല്യാണം കഴിഞ്ഞു, ഭാര്യ ഉപേക്ഷിച്ച് പോയി. പിന്നെയുള്ളത് ഈ മോനാണ്. ഈ മോനെ വളരെ എന്താ പറയുക, ഒരു പറയുന്ന എന്താണ് ചെയ്യുന്നതെന്ന് പുള്ളിക്കാരനും അറിയില്ല. പിന്നെ സംസാരിക്കാൻ കഴിയും, പക്ഷെ അത് അമ്മയ്ക്ക് മാത്രമേ അത് ശരിക്ക് തിരിയത്തുള്ളൂ എന്താ പറയണെന്നുള്ളത്. പിന്നെ റോഡിലൊന്നും അങ്ങനെ ഇറങ്ങി നടക്കാറില്ല, എപ്പോഴും വീട്ടിൽ തന്നെയാണ്. ഇവർക്ക് സ്വന്തമായി 6.5 സെന്റ് ഭൂമി ഉണ്ടായിരുന്നു. എന്നാൽ ആരും സഹായത്തിനില്ലാത്ത ഇവരുടെ നിസ്സഹായ അവസ്ഥ മുതലാക്കി അയൽക്കാർ 3.5 സെന്റ് ഭൂമി കവർന്നെടുത്തു. ഇപ്പോൾ തകർന്നടിഞ്ഞ വീടും 3 സെന്റ് ഭൂമിയും മാത്രമാണ് ഇവർക്കുള്ളത്. സ്വന്തക്കാരോ ഇവരെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ നാട്ടുകാർ സഹായിക്കും എന്ന് ചിന്തിക്കുന്നതിൽ ഔചിത്യമില്ലെന്നതുപോലെ അയൽക്കാരോ ഈ സമൂഹമോ ഇവരെപ്പറ്റി തെല്ലും തന്നെ വേവലാതിപ്പെടുന്നില്ലെന്നത് മാത്രമല്ല, എല്ലാവരും തികഞ്ഞ അവഗണനയോടെയും പുച്ഛത്തോടെയുമാണ് ഇവരെ കാണുന്നത്. അതുപോലെ എൻ്റെ വീടാണെങ്കിലും എനിക്ക് ഇനി ഒരുപാട് കാശ് മുടക്കി മഴയൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് കയറി കിടക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ ആയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിന് ഒന്നുമില്ല. എൻ്റെ മക്കളെ ഓരോ ദിവസം ആശുപത്രി കൊണ്ടുപോവുകയും അവർ മരുന്നിനൊക്കെ എഴുതി തരുമ്പോഴത്തേക്കും
പലപ്പോഴും ഞാൻ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്, വാങ്ങാൻ കഴിയാതെ. പക്ഷെ അങ്ങനെ സഹായിച്ച ഒരു വ്യക്തിയാണ് എനിക്ക് ഫോൺ നമ്പർ തന്നത് തന്നെ. അങ്ങനെ ഞാൻ വളരെ വിഷമത്തിലായിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമത്തിൽ എനിക്ക് ഇങ്ങനെ സംരക്ഷിക്കും, അമ്മച്ചിയുടെ കഷ്ടതയ്ക്കൊരു സമാധാനം കണ്ടെത്തുമെന്ന് ഒരു വ്യക്തി പറഞ്ഞ് ഫോൺ നമ്പർ തന്ന് ഞാനിങ്ങനെ വിളിച്ചതും സംസാരിച്ചതും അതിനുള്ള ഫോൺ വഴി ദൈവം എനിക്ക് വേണ്ടി നന്മ ഒരുക്കേണ്ടതിലേക്ക് വേണ്ടി എന്നെ കേൾക്കുന്നത്, എന്നെ കാണുന്നവർ എനിക്ക് വേണ്ടി സഹായിക്കണമെന്ന് എൻ്റെ മക്കളെ രണ്ടുപേരെയും സംരക്ഷിച്ച് എൻ്റെ കാലം കഴിഞ്ഞു പോയാലും എൻ്റെ മക്കൾക്ക് വേണ്ടി സഹായിക്കണമെന്ന് പറയുന്നു. ഇപ്പം അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇത് പള്ളിക്കാർ വെച്ച് കൊടുത്ത വീടാണിത്. പിന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ആനുകൂല്യവും ഈ അമ്മച്ചിക്ക് കിട്ടുന്നില്ല മീൻസ് ഒരു കക്കൂസിന്റെ മാത്രം കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ളൊന്നും ധനസഹായം കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല, എനിക്ക് എന്താ കിട്ടാത്ത എന്താ കാരണം ഒന്നും എനിക്കറിയില്ല. പക്ഷേ എന്നെപ്പോലുള്ള യുവജനങ്ങൾക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കും. പിന്നെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരും പിന്നെ വിദേശത്തുള്ളതും സ്വദേശത്തുള്ളതുമായ ആൾക്കാർക്ക് എന്തെങ്കിലും കഴിയുന്നത് 10 രൂപ ആയിക്കോട്ടെ, അത് ഈ അമ്മച്ചിയുടെ അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇവരുടെ സഹായത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നന്നായിരിക്കും. അതിൻ്റെ ഒരു എളിയൊരു അഭിപ്രായമാണ്, അല്ലെങ്കിൽ ഒരു അപേക്ഷയാണ്. കഴിയുമെങ്കിൽ ചെയ്യുന്നത് നന്നായിരിക്കും. മന്ദബുദ്ധിയും മാനസിക രോഗിയുമായ ഈ 2 മക്കളെയും കൊണ്ട് ഈ അമ്മ ഒരു ഓട്ടോവിൽ പോലും ആശുപത്രിയിലേക്ക് പോകാനുള്ള സാമ്പത്തികം ഇല്ലാത്തതിനാൽ ബസ്സിലാണ് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബസ് യാത്രക്കാർക്കും ഈ അമ്മയുടെ മക്കളുടെയും ചാബല്യങ്ങളും സവിശേഷ സ്വഭാവ രീതികളും അസുഖത്താൽ ഉള്ള വികലമായ പെരുമാറ്റങ്ങളും അസഹനീയമായി തീരുന്നു. മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ വെളിയിൽ നിന്ന് വാങ്ങാൻ എഴുതി കൊടുക്കുന്ന മരുന്നുകൾ വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയും ഇവർക്കില്ലാത്തതിനാൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും അധികൃതരും ഇവരെ അവഗണനയോടെയും ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കാൻ വൈമനസ്യം കാണിക്കുന്നു. നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് നല്ലൊരു മനസ്സ് തോന്നിയാൽ മാത്രമേ ഇങ്ങനെയുള്ള അമ്മച്ചിമാരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മക്കളെയും നമുക്ക് സംരക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നമുക്ക് ഇവർക്ക് പ്രായമായി അല്ലെങ്കിൽ അസുഖം കൊണ്ട് ഈ സമൂഹത്തിൽ നമുക്ക് ഒരിക്കലും ഇവരെ തള്ളിമാറ്റാൻ കഴിയില്ല. അങ്ങനെ തള്ളിമാറ്റാതെ സമൂഹത്തിന്റെ നമ്മളെപ്പോലെ തന്നെ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ്. അപ്പൊ നമ്മളാൽ കഴിയുന്നത് ഇവർക്ക് ചെയ്യണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. എൻ്റെ മക്കൾ രണ്ടുപേരെയും ഞാൻ വാസ്തവമുള്ള കാര്യമാണ്. ഈ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ വളരെ ബദ്ധപ്പാടോട് ഞാൻ മടങ്ങി വന്ന ദിവസങ്ങളുണ്ട്. അവർ തരുന്നതായ മരുന്ന് അവന് കൊടുത്താൽ അവൻ്റെ ശരീരത്തെ ഏക്കൂല. അവൻ നാളുകളായിട്ട്, അവൻ 47 വയസ്സ് പ്രായമുള്ളവൻ, നാളുകളായിട്ട് അവന് മരുന്നും ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ചവർ കൂടിയ മരുന്നിന് എഴുതുമ്പോഴത്തേക്ക് അത് വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലാതെ ഞാൻ വളരെ വിഷമിച്ച് വളരെ സങ്കടത്തോടുകൂടെ ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ പലരെയും സമീപിച്ച് ഞാൻ തൽക്കാലം ഒരു ദിവസത്തേക്ക് അവന് മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ എനിക്ക് നിവർത്തിയില്ല. അവർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിനും ഒക്കെയും എനിക്ക് സഹായിക്കാൻ മറ്റൊരു സഹായമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഒടുവിൽ നിവൃത്തിയില്ലാതെ ഈ അമ്മ തിരുവനന്തപുരത്തിനടുത്തുള്ള വട്ടപ്പാറയിലെ ഒരു ആശ്രമത്തിൽ ഈ മക്കളെ കൊണ്ടാക്കി
ആ ആശ്രമവാസികളും ഇവരെ അജിരേണ തിരസ്കരിച്ചതിനാൽ മൺവിളയിലുള്ള മറ്റൊരാശ്രമത്തിലും ഇവരെ താമസിപ്പിക്കാൻ കൊണ്ടു ചേർത്തു. പക്ഷേ ആ ആശ്രമവാസികളും താമസിയാതെ തന്നെ ഇവരെ തിരിച്ചയച്ചു. ഇപ്പോൾ ആരും സഹായത്തിനില്ലാത്ത അവസ്ഥയിൽ ഈ അമ്മ നഗരത്തിൽ എവിടെ കല്യാണം നടക്കുന്നോ എന്ന് തിരക്കി കല്യാണ വീടുകളും കല്യാണ മണ്ഡപങ്ങളും തേടി അതിരാവിലെ തന്നെ ഇറങ്ങുകയാണ് പതിവ്. കല്യാണം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മക്കൾക്കായി കൊണ്ടുവരുന്ന ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കി 3-4 ദിവസം വെച്ച് കഴിക്കുകയാണ് പതിവ്. അത് തീർന്നാൽ അടുത്ത കല്യാണ സ്ഥലത്തു നിന്നും അമ്മ ഭക്ഷണം കൊണ്ടുവരുന്നതുവരെ ഈ മക്കളും അമ്മയും പട്ടിണി കിടക്കും. ഇത്രയും വയസ്സായ അവസ്ഥയിൽ ഏതെങ്കിലും വീട്ടിൽ വീട്ടുജോലി ചെയ്തു പോലും ഈ മക്കളെ പോറ്റാനാവാത്ത കഷ്ടാവസ്ഥയിലാണ് ഈ വൃദ്ധമാതാവ്. മറ്റുള്ള സ്ഥലത്തുനിന്ന് പള്ളിയിലും അതുപോലെയുള്ള സ്ഥലത്തുനിന്ന് പോയാണ് ഭക്ഷണം കിട്ടുന്നത് അവർക്ക്. പിന്നെ വീട്ടിൽ പണിക്ക് പോകുമായിരുന്നു. ഇപ്പം അമ്മച്ചിക്ക് പ്രായമായി, ഒരുപാട് പ്രായമായി, ഇപ്പം 75 വയസ്സ് വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അവർ പോകാറില്ല. അപ്പം പിന്നെ മറ്റുള്ള ആരെങ്കിലും സഹായിക്കും, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണം അല്ലെങ്കിൽ അരിയോ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് മാത്രം വെച്ചാണ് വീട്ടിൽ പാകം ചെയ്യുന്നത്. പുള്ളി നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് ആക്കി നമുക്ക് അങ്ങനെ അതൊരു പദ്ധതി നമുക്ക് നോക്കില്ലല്ലോ. അത് ഇവർ പറയാൻ എവിടെയെങ്കിലും കൊണ്ട് ഒരു ആശ്രയമായി എവിടെയെങ്കിലും കൊണ്ടാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഇതേപോലെ സംഘടന കൊണ്ടാക്കിയിട്ട് ഒരു വയസ്സായി 2 പിള്ളേരേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ കഴിയും. അല്ല നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും? ഒരു ബന്ധുക്കളുണ്ട്, വേറെ ബന്ധുക്കളുണ്ട്. അപ്പൊ അവരൊന്നും നമ്മളോട് പറയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രമല്ല, നമുക്ക് സാമ്പത്തിക സഹായമായിട്ട് ഡെയിലി നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു പദ്ധതി നമുക്ക് പഞ്ചായത്ത് പറഞ്ഞ രീതിയിലേക്ക് നമുക്ക് നാട്ടുകാർക്കും അങ്ങനെ നോക്കൂല. അപ്പൊ അവർ ആവശ്യപ്പെടുന്ന കുറച്ച് സാമ്പത്തിക സഹായം എന്തെങ്കിലും ചെയ്യണമെന്ന് നമുക്ക് പിരിച്ചെടുത്ത് കൊടുക്കും കുറച്ച് ദിവസം. അത് എല്ലാ ദിവസവും ഇങ്ങനെ പിരിച്ചു കൊടുക്കാൻ അങ്ങനെ നമുക്ക് ഒക്കില്ലല്ലോ. ഇടയ്ക്ക് 2 സ്ഥലത്ത് 5-6 ദിവസം വീതം കൊണ്ടാക്കി വീണ്ടും ചെന്ന് കാണാൻ ചെല്ലുമ്പോൾ അവിടുത്തെ കഷ്ടത കണ്ട് ഞാൻ തിരിച്ചു പിടിച്ചുകൊണ്ട് വരും. വട്ടപ്പാറ ഒരു സ്ഥലത്ത് കൊണ്ടാക്കി, മൺമല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ അവനെ കൊണ്ടാക്കി. 40 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് കാണാൻ ചെന്നപ്പോൾ അവൻ്റെ കഷ്ടത കണ്ടിട്ട് അപ്പോഴും വിളിച്ചോണ്ടിഞ്ഞ് പോന്നു കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട്. രോഗിയായിട്ട് കിടന്ന അവരെ ഒക്കെ നോക്കൂന്ന് പറയും. പക്ഷെ ചെന്ന് ഇവൻ അസുഖം വന്നാൽ ഇവൻ താങ്ങൂല്ല, ഇവൻ കിടന്ന് വെപ്രാളം കാണിക്കും. അപ്പോഴവരാരും നോക്കൂല. ഒരിക്കൽ ഞാൻ ചെന്നപ്പോൾ അവൻ തറയിലിട്ട് ഇടിച്ച് ഈ ഇവിടെ ഇത്രയിൽ ഒരു തേങ്ങ മുറിയുടെ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് അവനെ ഞാൻ വിളിച്ചോണ്ടത് മൺമലയിൽ നിന്ന്. അവിടെ നല്ല നോക്കൂന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുപോയി. അതും ഇവിടെ കൊണ്ടാക്കിയിട്ട് അന്ന് ഞാൻ വീട്ടിൽ വന്നെത്തിയത് ഒരു പാടുണ്ടായിരുന്നു. സർക്കാർ ഭാഗത്തു നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഇവർക്ക് പറയത്തക്ക ഒരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ അമ്മയ്ക്ക് 2 മക്കൾക്കും 300 രൂപ വീതം പെൻഷൻ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഓണത്തിന് ശേഷം ആ പെൻഷനും മുടങ്ങിപ്പോയിരിക്കുകയാണ്. മക്കളെ സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു വേണം, കിട്ടണം. എനിക്കിപ്പോൾ ഈ ഓണത്തിൻ്റെ സമയത്ത് ഓണത്തിന് മുമ്പേ പെൻഷൻ കിട്ടിയത്, അതിനുശേഷം ഇതുവരെയും ഒന്നുമില്ല. പിന്നെ ഞാൻ ഇറങ്ങിയ കയറിയ പോയാലും എന്നെ പരിചയമുള്ളവർ എന്തെങ്കിലും ഒരു ദിവസത്തേക്കുള്ളത് എന്തെങ്കിലും ഒരു ദിവസം ആഹാരത്തിനുള്ളവരും തന്നയച്ചാൽ പിന്നെ 4 ദിവസത്തേക്ക് പോകാനും വയ്യ. ആ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടുമാണ് നമ്മൾ ജീവിക്കുന്നത്.
അത് നമ്മളിത് കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ 1 മാസത്തേക്ക് മുമ്പേ നമ്മൾ കടവില്ല. ഇപ്പം എത്ര ഈ 7 മാസം കൊണ്ട് 2 മാസം 3 മാസം ആകുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് പലരെയും കയ്യിൽ നിന്ന് കടവും വാങ്ങിച്ച് നമ്മൾ ഓരോരുത്തർക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാണ് നമ്മൾ കഴിയുന്നത്. ഇന്നിപ്പോൾ ഇതൊരു കഞ്ഞി വെച്ചിട്ടുണ്ട്. ഇതിപ്പോഴും കേബേജ് ഒരാൾ ഫ്രീ ആയിട്ട് തന്ന അതിനെ കൊടുന്ന് തോരൻ വയ്ക്കാതെ അടുപ്പി വെച്ച് അങ്ങനെയൊക്കെയാണ് ജീവിതം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ഇതിപ്പം കടം വാങ്ങിക്കാൻ കിട്ടുമെന്നുള്ളിടത്തോളം നമ്മൾ വാങ്ങിക്കും. അത് ഇത്രയും ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് വാങ്ങിച്ചിങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ആ പൈസ പെൻഷൻ കിട്ടുന്ന പൈസ അപ്പോഴും തന്നെ നുള്ളിപ്പറക്കി കൊടുക്കേണ്ടവർക്ക് അങ്ങ് കൊടുത്ത് ഒക്കെ ചെയ്തു വരുമ്പം പിന്നെ കാണില്ല. ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഈ നാട്ടിൽ നിന്നുള്ള ആനുകൂല്യങ്ങളുമൊക്കെ ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വ്യക്തിപരമായി എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് മാത്രം കൊണ്ട് ഈ കുടുംബത്തെ സഹായിക്കാൻ കഴിയില്ല. ഈ പ്രോഗ്രാം കാണുന്ന നല്ലവരായ ജനങ്ങൾ, സന്നദ്ധ സംഘടനകളും ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ആ അമ്മ പല വീടുകളിലും വീട്ടു ജോലിക്ക് പോയാണ് ഇത്രയും നാൾ ഈ 2 കുഞ്ഞുങ്ങളെ നോക്കിയിരുന്നത്. അവർക്കിപ്പോൾ ജോലി ചെയ്യാനുള്ള ഒരു അവസ്ഥയില്ല. അവരും വയസ്സായി വരികയാണ്. അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് അമ്മ ഇരിക്കുന്നത്. അപ്പോൾ ഈ 2 മക്കളെയും നോക്കണം. അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രങ്ങളെ, മറ്റ് ആനുകൂല്യം, എല്ലാ ചെലവുകളും ഇത് അവരെ കൊണ്ട് നോക്കാനായിട്ടുള്ള ഒരു കഴിവില്ല. അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ ഈ നാട്ടുകാർ അവർക്ക് ചെയ്യാവുന്നത് അവർ ചെയ്യും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. പിന്നെ ബാക്കി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം കാണുന്നവർ അവരുടെ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അവരെ ചെയ്ത് സഹായിക്കണമെന്ന് ഒരു അപേക്ഷയുണ്ട്. വളരെ കഷ്ടത അനുഭവിച്ചുകൊണ്ട് 2 മക്കളെ നോക്കി അവർ ഇവിടെ കഴിയുകയാണ്. ഞങ്ങൾക്കുള്ള ഒരുപാട് സഹായിക്കാനുള്ള മനസ്സുള്ളവരും അതിനു വേണ്ടിയിട്ട് ഈ ഇറങ്ങിത്തിരിക്കാൻ അവരുടെ കൂടെ ആരുമില്ല. പക്ഷേ ഇത്രയും കഷ്ടത അനുഭവിച്ച് അവരുടെ കാലം കഴിഞ്ഞ് ഇവരെ നോക്കാനും അവരെ സംരക്ഷിക്കാൻ ആരും തന്നെ ഇല്ല. നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ജനങ്ങൾ ഇവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ ഉള്ള മനസ്സുണ്ടാവണം. ഇലക്ഷൻ സമയത്ത് വോട്ട് ചോദിക്കാൻ കൃത്യമായി ഇവരെ തേടിയെത്തുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പോലും സ്വന്തം കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്ക് വരാറില്ല. ഇതുവഴി അടിക്കടെ കടന്നു പോകുന്ന പഞ്ചായത്ത് മെമ്പറും ഇപ്പോൾ ഈ വശത്തെത്തുമ്പോൾ മുഖം തിരിഞ്ഞു കളയുകയാണ് പതിവ്. സൗഹൃദരായ കാരുണ്യത്തിന്റെ പ്രേക്ഷകരെങ്കിലും ഈ വൃദ്ധമാതാവിൻ്റെയും അശരണരായ മക്കളുടെയും നിത്യ ദൈന്യതയ്ക്കു നേരെ മുഖം തിരിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. ഈ കുടുംബത്തെ സഹായിക്കാനുള്ള വിലാസം: റോസ്ലി, തിനവിള, പുത്തൻവീട്, ചെറിയ കുണ്ണി, തിരുവനന്തപുരം. അക്കൗണ്ട് നമ്പർ SPT വട്ടിയൂർക്കാവ് ബ്രാഞ്ച് 6714661672. അക്കൗണ്ട് നമ്പർ SPT വട്ടിയൂർക്കാവ് ബ്രാഞ്ച് 6714661672. ഫോൺ 9605914485. ഫോൺ 9605914485.
അടുത്ത ആഴ്ച മറ്റൊരു കുടുംബവുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ ഫ്രം മനു.